2024 അവസാനിച്ച് 25ലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രം അല്ലെങ്കിൽ തുച്ഛമായ ദിവസങ്ങൾ മാത്രം എണ്ണി നാം കാത്തിരിക്കുമ്പോ എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നത് എന്തെന്നറിയോ? ഓരോ കാര്യങ്ങളും നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണിത്. والموت أدنى من سراك نعله كل امرئ مسبع في أجله. ഓരോ മനുഷ്യന്മാരും വല്ലാത്ത സന്തോഷത്തിലാണ്, വല്ലാത്ത ചിരിയിലും കളിയിലും തമാശയിലുമായിട്ട് അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ എന്തേ മനുഷ്യ ഒന്ന് ചിന്തിക്കാത്തത്? എന്തേ മനുഷ്യ ഒന്ന് മനസ്സിലാക്കാത്തത്? വൽമൗതു അദ്നാ മിൻ സിറാക്കി നഅലിഹി. ഈ പൊരിവെയിലെ സമയത്ത് നാം ചെരുപ്പിട്ടുകൊണ്ടല്ലേ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാൽപാദത്തിൽ കിടക്കുന്ന ചെരുപ്പുണ്ടല്ലോ, നമ്മുടെ കാൽപാദത്തിനോട് എത്രമാത്രം ചേർന്ന് കിടക്കുന്നുണ്ടോ അതിനേക്കാളും അടുത്താണ് മരണമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണം അടുത്താണ്. മരണം എപ്പോഴും നമുക്ക് സംഭവിക്കാം. മരിക്കാൻ വേണ്ടി തയ്യാറായി ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോൾ ഒരു വർഷം നമ്മിൽ നിന്ന് കഴിഞ്ഞ് കിടക്കുമ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് മരണത്തിലേക്ക് ഒരു വർഷം അടുത്തു എന്നതാണ്. അള്ളാഹു പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മരിക്കൂല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ മരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്ര വർഷം വരെ ഞാൻ ജീവിച്ചിരിക്കും എന്ന് പറയാൻ ആർക്കാ കഴിയുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്റെ സഹോദരങ്ങളെ, ഒരു വർഷം നമ്മിൽ നിന്ന് കഴിഞ്ഞു കിടക്കുമ്പോ മരണത്തിലേക്ക് അടുക്കുന്നു എന്ന് മാത്രമല്ല, സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് അവന്റെ ആയുസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാനുള്ള അവന്റെ ആ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആഖിറത്തിലേക്ക് ഒരു മനുഷ്യൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വയസ്സ് നമ്മിൽ നിന്ന് കൂടുമ്പോ അന്ന് ആഖിറത്തിലേക്ക് ഒരു വയസ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വയസ്സ് നമുക്ക് കൂടുമ്പോ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. എന്താ നമ്മൾ ആഘോഷിക്കുന്നത്? എൻ്റെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സന്തോഷത്തിൽ നമ്മളിങ്ങനെ ആഹ്ലാദിക്കുകയാണ്. അള്ളാഹു പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ മനുഷ്യരും മരിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ അങ്ങനെയാണല്ലോ പരിചയപ്പെടുത്തിയത്. എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. എല്ലാ മനുഷ്യരും ഈ ഭൂമി ലോകത്ത് നിന്ന് മരിക്കുക തന്നെ ചെയ്യും. മരിക്കാതെ ഭൂമി ലോകത്ത് എല്ലാ കാലവും ജീവിക്കുന്ന ഒരാളുണ്ടെന്ന് ഈ ഭൂമി ലോകത്തില്ല. എല്ലാവരും മരിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, ഖിയാമത്ത് നാളാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്ത് കാഹളത്തിൽ ഒന്നാമതായി ഊതുമ്പോ ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളും നശിച്ച് നാമാവിശേഷമായി പോവുകയാണ്. അത് കഴിയുമ്പോ അല്ലാഹു തആല പറയുന്നു, ഇസ്രാഫീൽ ഒന്നുകൂടി നിങ്ങൾ ഊതണം. അങ്ങനെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നുകൂടി ഊതുമ്പോ അതാ എല്ലാ നശിച്ചുപോയ സമയമുണ്ടല്ലോ, അതിൽ നിന്ന് എല്ലാ മനുഷ്യരെയും അല്ലാഹു പുനർജീവിപ്പിക്കുകയാണ്. എല്ലാ മനുഷ്യരും എഴുന്നേറ്റ് വരികയാണ്. നമുക്ക് മുമ്പ് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് പേര് ഈ ഭൂമി ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരൊക്കെയും അതാ ഭൂമി ലോകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ആ ഖിയാമത്തിന്റെ സമയത്ത് എല്ലാവരും അവരെന്താണോ
ആഖിറത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ അതിന്റെ പ്രതിഫലം അല്ലാഹു തആല കൈമാറുന്ന സമയമാണ് ഖിയാമത്ത് നാൾ. ഫമൻ സുഹ്സിഹ അനിന്നാർ, ആരാണോ നരകത്തെയും വിട്ട് അല്ലാഹു തആല അകറ്റുന്നത്, വഉദ്ഖിലൽ ജന്ന, ആരെയാണോ അല്ലാഹു നരകത്തെയും വിട്ട് അകറ്റിയിട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്, വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. ഈ ഭൂമി ലോകത്ത് ഒരുപാട് നാള് ജീവിച്ചല്ലോ, ഈ ജീവിച്ച ജീവിതത്തില് ആഖിറത്തിൽ വിജയിക്കുന്നവൻ നരകത്തെയും വിട്ട് അകറ്റിയിട്ട് സ്വർഗ്ഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിച്ചവൻ ആരാണോ അവനാണ് വിജയിച്ചവനെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു തആല ഒരു കാര്യം ഉണർത്തുകയാണ്, വമൽ ഹയാത്തുദ് ദുനിയാ, ഈ ദുനിയാവിന്റെ ഭൂമിയോളം മണ്ണിനങ്ങളിൽ നാം കാണുന്ന സർവ്വചരാചരങ്ങളും ഇല്ലാ മതാഉൽ ഗുറൂർ, അത് വഞ്ചന മാത്രമാണ് കേട്ടോ, അത് വെറും വഞ്ചനയുടെ ലോകമാണ് ദുനിയാവെന്ന് പറയുന്നത്. അതുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പായല്ലേ, ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കണേ, അഅ്മാലുകൾ ചെയ്ത് പടച്ച റബ്ബിലേക്ക് അടുക്കണേ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹു നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് തരട്ടെ, ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ദുനിയാവിന് വേണ്ടി നാം ഒരുപാട് സമ്പാദിച്ചു, ഒരുപാട് ഏക്കർ കണക്കിന് വസ്തുക്കൾ നാം ഉണ്ടാക്കിയിട്ടുണ്ടാകാം. തിരുവനന്തപുരം സെൻട്രലിൽ നാം ഒരുപാട് ഏക്കർ കണക്കിന് വസ്തുക്കളുണ്ട് എന്ന് അഭിമാനം കൊള്ളുന്നവരായിരിക്കാം. മരിച്ചു കഴിഞ്ഞാൽ വല്ല നേട്ടമുണ്ടോ? നമ്മൾ മരിച്ചാൽ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ സഹോദരങ്ങളെ? മരിച്ചു കഴിഞ്ഞാൽ അനന്തരാവകാശികൾ കൊണ്ടുപോകും. ഇനി ആരും എടുക്കരുത് എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോകും. എന്തേ നമുക്ക് കിട്ടും? എന്താ കിട്ടുന്നത്? ഒരു 3 കഷ്ണം വെള്ള തുണി കിട്ടും, അതുപോലെ നേരെ കൊണ്ട് കവറിലേക്ക് കൊണ്ടുവയ്ക്കും. പിന്നെ ഒരു 3 പിടി മണ്ണും കൂടെ വരും നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു തരും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. എടാ, ഈ മണ്ണിൽ നിന്നാണ് നിന്നെ പടച്ചത്, നിന്റെ മണ്ണിലേക്ക് തന്നെ നാം കൊണ്ടുവച്ചിരിക്കുന്നു. ഇനി ഒരു നാൾ ഈ മണ്ണിൽ നിന്ന് നിന്നെ പുനർജീവിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് 3 പിടി മണ്ണ് വാരി നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നതല്ലാതെ നമുക്ക് ഈ മക്കളെ കൊണ്ടെന്ത് നേട്ടമുണ്ട്? നമുക്ക് ഈ ഭാര്യമാരെ കൊണ്ടെന്ത് നേട്ടമുണ്ട്? ഈ ദുനിയാവിൽ നാം സമ്പാദിച്ച സമ്പത്ത് കൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ട്? ഇതൊക്കെ സമ്പാദിക്കുമ്പോഴും ഞാൻ പറയുന്നതൊന്നും വേണ്ട എന്നല്ല സഹോദരങ്ങളെ, ദുനിയാവിൽ ഇതൊക്കെ അനിവാര്യമാണ്. പക്ഷേ ഇതിനോടൊപ്പം ആഖിറത്തിന് വേണ്ടി നാം സമ്പാദിച്ചു വെച്ചിരിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത്ര ഏക്കർ വസ്തുക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം നേടിയെടുക്കാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് സമയത്തിന്റെ വില അറിയില്ല. നമ്മൾ പറയും, ഉസ്താദ് എനിക്കിനി കുറച്ചാളുകൂടെ ജീവിക്കാനുണ്ട്, ഇപ്പോഴൊന്നും ഞാൻ മരിക്കൂല. നമ്മുടെയൊക്കെ ചിന്തകൾ അങ്ങനെയാണല്ലോ, ഇപ്പോഴൊന്നും ഞാൻ മരിക്കൂല, കുറച്ചാളുകൂടെ ജീവിക്കും, അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ പള്ളിയിലേക്ക് കയറാം, കുറച്ചുകൂടെ കഴിയട്ടെ നിസ്കാരം തുടങ്ങാം, കുറച്ചുകൂടെ കഴിയട്ടെ നോമ്പ് പിടിച്ചു തുടങ്ങാം, കുറച്ചുകൂടെ കഴിയട്ടെ സകാത്ത് കൊടുക്കാം, കുറച്ചുകൂടെ കഴിയട്ടെ ദിക്ർ ചൊല്ലാം. എന്റെ സഹോദരങ്ങളെ, 2024 അവസാനിച്ച് 25ലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാണ്, സമയത്തിന്റെ വില നമുക്കറിയില്ല എങ്കിൽ, സമയത്തിന്റെ വില നമുക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ, ഒരു സെക്കൻഡ് സമയത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു സമയം കടന്നു വരാനുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സംശയം വന്നാൽ പിന്നെ അവൻ മുസ്ലിമല്ല. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. സഹോദരങ്ങളെ, ഒരുപാട് അഅ്മാലുകൾ ചെയ്യണേ, ദിക്റുകൾ ചൊല്ലണേ, സലവാത്തുകൾ ചൊല്ലണേ, എന്തൊക്കെ നന്മകൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്ത് നടക്കണേ. ഓരോ നടത്തത്തിലും ഒന്ന് ദിക്ർ ചൊല്ലണേ, ഓരോ കിടത്തത്തിലും ദിക്ർ ചൊല്ലണേ. ഒരല്പ സമയം കിട്ടിയാൽ നമ്മുടെ നാവ് ചലിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് അല്ലാഹു തന്ന സമ്പത്തിൽ നിന്ന് ഒരു വീതം പട്ടിണി പാവത്തിന് കൊടുക്കണേ.
പള്ളിക്ക് കൊടുക്കണേ. അതുപോലെ അല്ലാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു മിൻ ഖബലി അയ്യതിയ അഹദകുൽ മൗത്ത്, മരണം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ഓരോ മനുഷ്യനും അവിടെ കിടന്നങ്ങ് നിലവിളിക്കുകയാണ്. മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ ഓരോ മനുഷ്യരും അവിടെ കിടന്നങ്ങ് വിലപിച്ചു പോവുകയാണ്. ആ മനുഷ്യൻ അവിടെ കിടന്നങ്ങ് വിലപിക്കുകയാണ്. റബ്ബി ലൗലാ പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല റബ്ബേ, ഇത്രയും പെട്ടെന്ന് എന്റെ റൂഹിനെ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ലാഹ് ഒരല്പ സമയം തരുമോ? ഒരു സെക്കൻഡ് സമയമെങ്കിലും എനിക്കൊന്ന് തരുമോ? ആ സെക്കൻഡ് സമയമെങ്ങാണ് എനിക്ക് തന്നാൽ ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ, എന്നെ ഒരു അല്പ സമയം ഒന്ന് പിന്തിപ്പിച്ചാ മതി. ഒരു വർഷം വരെ എനിക്ക് ജീവിക്കാനുള്ള അവസരം തരണ്ട, ഒരു മാസം വരെ ജീവിക്കാനുള്ള അവസരം തരണ്ട, ഒരാഴ്ച വരെ ജീവിക്കാനുള്ള അവസരം തരണ്ട, ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാനുള്ള അവസരം തരണ്ട. ഒരൊറ്റ സെക്കൻഡ് സമയം തന്നാ മതി അല്ലാഹ്. ഞാൻ സമ്പാദിച്ച സമ്പത്ത് മുഴുവനും എന്റെ പള്ളിക്ക് വേണ്ടി ഞാൻ അങ്ങ് കൊടുത്തുകൊള്ളാം അല്ലാഹ്. ഒരൊറ്റ ഒപ്പിടുന്ന സമയം മാത്രം എനിക്ക് തന്നാ മതി. ആ സമയം കൊണ്ട് എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ അല്ലാഹ് നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാം റബ്ബേ. ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ, ഇത്രയും സമ്പാദിച്ച് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ സമ്പാദിച്ചു, എന്റെ കൂട്ടുകുടുംബാദികൾക്ക് വേണ്ടി ഒരുപാട് ഞാൻ അങ്ങ് സമ്പാദിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ മരിച്ചു പോകുമെന്ന് വിചാരിച്ചില്ല അല്ലാഹ്. ഒരല്പ സെക്കൻഡ് സമയം എനിക്ക് തന്നാ ഇതെല്ലാം ഞാൻ നിന്റെ മാർഗത്തിൽ അങ്ങ് ചെലവഴിച്ചു കൊള്ളാം റബ്ബേ. ഫഅകും മിനസ്സാലിഹീൻ, അങ്ങനെ ഞാൻ സ്വാലിഹായിട്ടൊന്നും മരിക്കട്ടെ റബ്ബേ എന്ന് ഓരോ മനുഷ്യനും ഒരു സെക്കൻഡ് സമയത്തിന് വേണ്ടി വിലപിക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, അതിലാർക്കും ഒരു സംശയവും വിചാരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത് ഓരോ മനുഷ്യനും ഒരു സെക്കൻഡ് സമയത്തിന് വേണ്ടിയിട്ട്. ഇന്ന് നമുക്ക് സമയത്തിന്റെ വില അറിയില്ലല്ലോ. എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്താലും കഴിഞ്ഞു പോയ ഒരു ദിവസത്തെ നമുക്ക് വാങ്ങാൻ കഴിയുമോ? ഒരിക്കലുമില്ല. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയിരിക്കുന്ന സമയം, ഇപ്പോൾ നിലനിൽക്കുന്ന സമയം, ഈ സമയത്ത് നാം അഅ്മാലുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുത്തെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. കാരണം അടുത്ത സെക്കൻഡ് സമയത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്ന എന്തുറപ്പ്? നാം വീട്ടിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ആലോചിച്ചു പോകണം, ഈ കഴിഞ്ഞ ആഴ്ച ഈ വിനീതന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു സഹോദരൻ അല്ലാഹു തആല ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. പെട്ടെന്നൊരു അസുഖം വന്നു, കാല് വല്ലാതെ പഴുത്തു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറച്ച് ദിവസം അവിടെ കിടന്നു മരിച്ചു. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഒരു പണ്ഡിതനാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? നടന്നങ്ങോട്ട് പോകുന്ന, ഒന്ന് കുഴഞ്ഞു വീഴുന്നു, എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, അപ്പോഴേ മരിച്ചുവാണ്. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ആയുസ്. ആർക്കാ ഗ്യാരണ്ടി പറയാൻ കഴിയുക? ആർക്കാ വാറണ്ടി പറയാൻ കഴിയുക? ബാക്കിയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ നമ്മൾ ചോദിക്കും. പക്ഷെ നമുക്ക് ഗ്യാരണ്ടി ഇല്ല, വാറണ്ടി ഇല്ല, ഒന്നുമില്ല. അല്ലാഹു ഈ മതം അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഓരോ മനുഷ്യനും ആ മരണത്തിന്റെ സമയത്ത് അവിടെ കിടന്ന് വിലപിക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. എന്നിട്ട് അല്ലാഹു പറയാ, അങ്ങനെ നിങ്ങൾ അവിടെ കിടന്ന് വിലപിക്കുമ്പോ അല്ലാഹുവേ ഒരു സെക്കൻഡ് സമയമെങ്ങാണ് എനിക്കൊന്ന് പിന്തിപ്പിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നങ്ങ് വിലപിക്കുമ്പോ അല്ലാഹു പറയുന്നു, കഴിഞ്ഞ് 25 കടക്കും.
കഴിഞ്ഞാൽ 50 വയസ്സ് വരെ ജീവിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുള്ള ഒരാൾ 50 വയസ്സാകുമ്പോൾ അല്ലാഹ് ഒരു ദിവസവും കൂടി എന്നെ ഒന്ന് പിന്തിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ അല്ലാഹു പിന്തിപ്പിച്ചു കൊടുക്കൂല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. ഏറ്റവും വലിയ തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഇത് 2024 അവസാന നിമിഷമാണ്. അങ്ങനെയാണെങ്കിൽ 2023 അവസാന നിമിഷത്തിലുണ്ടായിരുന്ന പലരും ഇന്ന് മണ്ണിന്റെ അകത്തളങ്ങളിലാണ്, പലരും ഇന്ന് ഖബറിലാണ്. നമ്മുടെ ഉപ്പമാരെവിടെ പോയി, ഉമ്മമാരെവിടെ പോയി, നമ്മുടെ സഹോദരങ്ങൾ എവിടെ പോയി, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ നാട്ടുകാര് പലരും ഇന്ന് ഖബറിലാണ്. ഏറ്റവും വലിയ തെളിവ് അതാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അടുത്ത 2025 അവസാനത്താകുമ്പോൾ ചിലപ്പോൾ നമ്മളിൽപ്പെട്ട പലരും കാണൂല. അല്ലാഹു തആല ആഫിയത്തും ആയിരാരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് ജീവിക്കണം. എപ്പോൾ വേണമെങ്കിലും മരിക്കാം. മരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈമാനോടുകൂടി മരിക്കണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. കാമിലായ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഉറക്കെ ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മുടെ മക്കളും നമ്മുടെ കൂട്ടുകുടുംബാദികളും നമ്മുടെ ചാരയിരിക്കുമ്പോൾ ഉറക്കെ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എത്ര മയ്യിത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പോകുമ്പോൾ വായിലൂടെ നുരയും പതയൊക്കെ ഒലിച്ച് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി കാണുമ്പോൾ തന്നെ വല്ലാത്ത ഒരു കോലമാ. മുഖമൊക്കെ തള്ളി, കണ്ണൊക്കെ തള്ളി, വല്ലാത്ത ഒരു കോലത്തിൽ കിടക്കുന്ന എത്ര മാതാപിതാക്കളാ മയ്യിത്ത് കണ്ടിട്ട് മക്കളോട് പോയി പറഞ്ഞിട്ടുള്ളത്, മക്കളെ നീ ആ മയ്യിത്ത് കാണാൻ പോവല്ലടാ, കണ്ടാ നിനക്ക് പേടിയാകൂടാ, രാത്രി കിടന്നാ നിനക്ക് ഉറക്കം വരൂല. അങ്ങനെ പറഞ്ഞ എത്രയോ മയ്യിത്തുകൾ നമ്മുടെ മുമ്പിലുണ്ടാകും. എന്നാൽ മറിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട എത്രയോ ഇഷ്ടദാസന്മാരുടെ മയ്യത്ത് കണ്ടിട്ട് നമ്മൾ പോലും കൊതിച്ചു പോയിട്ടില്ല. അള്ളാഹുവേ, ഇതുപോലെ ഒരു മരണം നീ എനിക്ക് തരണേ എന്ന്. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. ആഖിബത്ത് നന്നാക്കി തരട്ടെ. അന്ത്യം മോശമായി പോയ കഴിഞ്ഞ സഹോദരങ്ങളെ, അന്ത്യം മോശമായി പോയ കഴിഞ്ഞു. ആഖിറ നമുക്ക് വെളിച്ചമാകണോ? അന്ത്യം നന്നാകണം. അള്ളാഹു നമ്മുടെ അന്ത്യം നന്നാക്കി തരട്ടെ, ആഖിബത്ത് നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാ, സമയം പോയാൽ പോയി, ഇനി നമുക്ക് തിരിച്ചു കിട്ടില്ല. പോയതാ, പിന്നെ തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയ സമയം നാം ഉപയോഗപ്പെടുത്തുക. ഒരു അല്പസമയം കിട്ടി, ഒരു 5 ദിക്ർ ചൊല്ല്, 5 സ്വലവാത്ത് ചൊല്ല്. ഇന്ന് കിട്ടുന്ന സമയം മുഴുവനും ആളുകളുടെ ഫിത്നയും ഫസാദും പറഞ്ഞ് വീണ്ടും നമ്മളിങ്ങനെ തെറ്റുകൾ ഇങ്ങനെ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ആഖിറത്തിന് വേണ്ടിയിട്ട്. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന്